ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് അമ്പലവയലിലേക്കാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ ഒരു അടിപൊളി പരിപാടിയാണ് അവിടെ നടക്കുന്നത്. പൂപ്പൊലി ഫെസ്റ്റിവൽ അടിപൊളി പരിപാടിയാണ്. അപ്പൊ നമുക്ക് അവിടെ പോകണം, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം. വയനാട്ടിൽ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂര്, തൃശ്ശൂർ, അങ്ങനെ പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ബത്തേരിക്കടുത്ത് അമ്പലവയലിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, നല്ല തണുപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാലോ വയനാടിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് വെറും 60 രൂപയേ ഉള്ളൂ. പിള്ളേർക്ക് 30 രൂപ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഇതാ വന്നിട്ടുണ്ട്. സൈഡിലെ കടകളൊക്കെ ഉണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ലെവൽ സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗെയ്സ് ഇതാ സെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് വേണം അകത്ത് കയറാൻ. പൂപ്പൊലി 2020 നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ഷോയിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഏതാ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഒരുപാട് ഫാമിലീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മളെ സൈഡിലൊക്കെ ഒരുപാട് പേര് അവിടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലൊക്കെ ഫ്ലവർ ഷോ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് രാത്രി. പിന്നെ തണുപ്പും കൂടെ എടുക്കുമ്പോൾ ഒരു രസം, വൈബ് വേറെയാണ്. ഹലോ ഗൈസ്, നമ്മൾക്ക് ഐസ്ക്രീം കാരൻ്റെ അടുത്തേക്ക് പോകാം. ഒന്നാമത് വയനാടാണെങ്കിൽ തിമൃതിയായി കച്ചവടം നടക്കുവാണ്. ഈ ഐസ്ക്രീം 17 ഡിഗ്രി തണുപ്പാണ് വയനാട്ടിലുള്ളത്. അതിൻ്റെ ഇടയിലാണ് തിമൃതിയായിട്ട് കച്ചവടം നടക്കുന്നത്. എന്തായാലും ഐസ്ക്രീം ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നേരെ അങ്ങോട്ട് പോകാനുള്ള പരിപാടി തന്നെയാണ്. ഹലോ ഗൈസ്, വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലവർ ഷോയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത്. അതുപോലെ ലവ് ചിഹ്നമാണ് മെയിൻ. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല ലവ് ചിഹ്നമുണ്ട്. അതുപോലെ സൈഡിലൊരു കുളമുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ഇവരോട് തന്നെ ഒരുപാട് നന്ദി തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും നല്ല ഭംഗിയോടെയാണ് നമുക്ക് കാണാൻ ഐശ്വര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസൊക്കെ സൈഡിലുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ LED ബൾബുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ കുളത്തിന് നടുക്കുണ്ടോ, അതെന്ത് രസമാണല്ലേ കാണാൻ. ഒരുപാട് ഭംഗിയായിട്ട് കാണാൻ, നല്ല തണുപ്പുള്ള സമയം, ഒരു രസമാണ് കണ്ടിരിക്കാൻ. ഫാമിലീസൊക്കെ ഇങ്ങനെ ഇതാ പോകുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയമായി. കാരണം വീട്ടിൽ നിന്ന് അമ്മേനെയൊക്കെ ഒന്ന് കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തട്ടിക്കൂട്ടി വേഗം വന്നതാണ്. അപ്പോൾ ഹലോ ഗൈസ്, വേറൊരു കാര്യം എന്ന് വെച്ചാൽ പല ജില്ലകളിൽ നിന്നും ഒരുപാട് ഫാമിലീസാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ ഈ പൂപ്പൊലി എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല മനോഹരമാണ്. ഈ കുളത്തിൽ നിന്നും ഒരുപാട് പേര് അതിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒരുപാട് ഫാമിലീസ് വരികയും നല്ല രസം. എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറി, നല്ല സന്തോഷമായി. ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ തന്നെ ഈ ലവ് ചിഹ്നമൊക്കെ വെച്ചിരിക്കുന്ന തന്നെ ഡിസൈൻ അത് നല്ല രസമുണ്ട്. അതുപോലെ ഈ മഞ്ഞപ്പൂവാണ് എന്ത് രസമാണെന്നറിയോ, LED ബൾബുകൾ, അത് ഒരു വൈബ് തന്നെയാണ്, പറയാൻ വാക്കുകളില്ല. നല്ല മനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സൈഡിലും അവിടെയും ഇവിടെയും വേറെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ വാക്കുകളില്ല. നല്ല വ്യൂ ആണ് ഇവിടെ കാണാനുള്ളത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വ്യൂവിൽ നിന്ന് പല കാര്യങ്ങളും കാണാം. നല്ല ലൈറ്റുകൾ തന്നെ ദൂരേന്ന് നല്ലൊരു ഭംഗിയാണ് കാണാൻ. നല്ല തണുപ്പുണ്ട്. ഹലോ ഗൈസ്, ഈ 2020 LED വെച്ചിരിക്കുന്നത് അടിപൊളിയുണ്ട്. പിന്നെ ഞങ്ങളവിടെ പോകുമ്പോൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പൂപ്പൊലിയൊക്കെ എഴുതി വെച്ച് സെറ്റ് കത്രി വെച്ച് കട്ട് ചെയ്തൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമാക്കി അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, നല്ല ഐശ്വര്യമായിട്ടാണ്. അതുപോലെ എൻ്റെ ഫോളോവേഴ്സിനെ കണ്ടുമുട്ടി. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഫ്ലവർ ഷോയിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ നമ്മളോട് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് സാറുണ്ട്. സാറിനോട് നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. സാർ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങള്? നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്ന നല്ല സീനറി ഉള്ള അടിപൊളി സ്ഥലമാണിത്. ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് കാണാനുള്ളതാ. ഇത്രയും ഫ്ലവർ ഷോസ്, ഇത്രയും പൂക്കളുള്ള പ്രദേശം, ഒരുപാട് പൂക്കൾ കൊണ്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. ശരിക്കും പിന്നെ വയനാടിന്റെ ഒരു ഉത്സവമാണ് ഈ പൂപ്പൊലി എന്ന് പറയുന്നത്. ഫാമിലിയായിട്ട് ഒരുപാട് പേര് വരുന്നു. ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. ഇനി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ കണ്ടൊരു കാര്യമാണ്, ഇവിടെ നൊസ്റ്റോളജി ആയിട്ടാണ് ഇവിടെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. LED ബൾബുകൾ തൂക്കി വെച്ചിട്ടുണ്ട് ഓരോ സൈഡിലും. അതിൻ്റെ അടുത്ത് കുറേ പിള്ളേർ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്ത് ഭംഗിയെന്നറിയാം കാണാൻ. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് പോകണം. ഇതൊരു രസം തന്നെയാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് രസമാണെന്നറിയോ, ഓരോ സൈഡിലാണ് ഈ LEDകൾ തൂക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഓരോരോ പേരുകൾ അതിൻ്റെ ചുവട്ടിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും വരണം, വരാതിരിക്കരുത്. ഈ പൂപ്പൊലി കാണാതെ എല്ലാവരും വന്ന് ഈ പൂപ്പൊലി കണ്ട് എൻജോയ് ചെയ്ത് തന്നെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാവിൻ്റെ ഓരോ ഇനങ്ങളാണ് ഇവിടെ ഉള്ളത്.
പിന്നെ വരുമ്പോൾ തന്നെ ഇവിടെ കാണാനും പറ്റും. അതിനായിട്ട് ബോർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ. ഹലോ ഗൈസ്, വാത്ത ഇതാ നോക്കിയോ, പ്രായം കൂടിയൊന്നും കുറഞ്ഞുണ്ട് അല്ലേ. കിഡ്സ് പാർക്കാണ്. അപ്പോൾ ഫ്ലവർ ഷോയിന്റെ ഉള്ളിൽ തന്നെ കിഡ്സ് പാർക്ക് നല്ല അടിപൊളി ഓരോ വർണ്ണങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സൈത ട്രെയിൻ, പിള്ളേർ കളിക്കാൻ ട്രെയിന്, ഊഞ്ഞാല്, കുഴുത്തി വണ്ടി എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ചെന്നൈ വരെ പോയിട്ട് വരാം. only 100 ഏതെടുത്താലും 100 രൂപ. അപ്പൊ നമ്മൾ പൂപ്പലിയെല്ലാം കണ്ടു. അപ്പൊ ചായയും കുടിച്ച് ഇവിടുന്ന് പിരിയാണ്. ബാക്കി കാര്യങ്ങൾ അറിയിക്കാം അടുത്ത എപ്പിസോഡിൽ. ബൈ. നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നല്ലൊരു എൻജോയ് ആയിരുന്നു നമ്മൾ ചെയ്ത്. ഫുൾ ഹാപ്പി ആയി. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലിയൊക്കെ പരിചയപ്പെടാൻ പറ്റി. നല്ല രസം. നല്ല ചായ കുടിക്കാൻ പറ്റി. നല്ല നമുക്ക് എന്താ ഇവിടെ നല്ല അടിപൊളി ആഘോഷങ്ങളായിരുന്നു. നല്ല രസമുണ്ട്. നല്ലൊരു വൈബായിരുന്നു ഗൈസ്.